ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ പൂക്കളും ചെടികളൊന്നും ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെക്കറേറ്റീവ് പ്ലാന്റ്സ് മെയിനായിട്ട് നമ്മൾ വീട്ടിൽ വളർത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് കിട്ടാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു പോസിറ്റീവ് വൈബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, വീട്ടിന് ഐശ്വര്യമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു പൂവാണ് മന്ദാരം. 3 കളറിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. മഞ്ഞ, ചുവപ്പ്, വെള്ള, അങ്ങനെ 3 കളറിലുണ്ട്. ഇത് ഹിന്ദു വിശ്വാസപ്രകാരം ദിവ്യ പുഷ്പമായിട്ടാണ് കരുതുന്നത്. ദൈവീക പുഷ്പമായിട്ടും സ്വർഗീയ പുഷ്പമായിട്ടും ഒക്കെയാണ് ഈ ഒരു മന്ദാരത്തിനെ കാണുന്നത് കേട്ടോ. ഭഗവാൻ കൃഷ്ണൻ്റെയും അതുപോലെ തന്നെ ദേവി മഹാലക്ഷ്മിയുടെയും ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്നാണ് മന്ദാരം. അതുകൊണ്ട് തന്നെ പൂജയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റിയ, മസ്റ്റായിട്ടും എടുക്കുന്ന ഒരു പുഷ്പമാണ് മന്ദാരം. ഈ ഒരു മന്ദാരം നമ്മൾ വീട്ടിൽ വെച്ച് വളർത്തുകയാണെങ്കിൽ നമുക്ക് നല്ല ഐശ്വര്യം വരും കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.